അനൂപ് ചേരുന്നു. ശ്രീ അനൂപ്, അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ടുള്ള തിരുവനന്തപുരത്ത് നിന്നും ആ വാഹന വ്യൂഹം ഇപ്പോൾ ആലപ്പുഴയിലേക്ക് കടന്നു വരുന്നു. അനൂപ്, എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തിൽ VS എന്ന ആ ഒരു സമര നേതാവിനെ നോക്കിക്കാണുന്നത്? മനുഷ്യന് വേണ്ടി കമ്മ്യൂണിസ്റ്റായ നേതാവ്, കേരളത്തിലെ സമ്പന്നനായ മുഖ്യമന്ത്രി, 2006 തെരഞ്ഞെടുപ്പ് മാത്രം അത് നോക്കിയാൽ മതി. ജനങ്ങളാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. സഖാവ് VS മാത്രം അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുന്നിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ ഇറക്കുന്നു. ഞാൻ സലാം സഖാവേ. തീർച്ചയായും അനൂപ്, ഇത്തരത്തിലാണ് മനുഷ്യനു വേണ്ടി സഖാവായ നേതാവ് എന്നാണ് അനൂപ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്. തീർച്ചയായും പുന്നപ്ര വയലാർ സമരങ്ങളെല്ലാം തന്നെ ഓർത്തു വെച്ചുകൊണ്ട് നമുക്ക് സന്ദേശങ്ങൾ, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച മനുഷ്യർ മുഴുവനും പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടത്തെയാണ്, സമര വീര്യത്തെയാണ്, അദ്ദേഹത്തിൻ്റെ മറുപടികളെ കുറിച്ചുകളാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയായ, ജനങ്ങൾക്ക് വേണ്ടി നേതാവായ, ജനങ്ങൾക്ക് വേണ്ടി സഖാവായ, മനുഷ്യനു വേണ്ടി പ്രവർത്തിച്ച, തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ച, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയ, ഇടപെടലുകൾ എന്ന വാക്ക് ശ്രദ്ധിക്കുക, ഇടപെടൽ എന്ന വാക്കിനുടമയായ VSന്റെ വിയോഗത്തിൽ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ആയിരങ്ങൾ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തോട് പങ്കുചേർന്ന് അദ്ദേഹത്തോട് ഒപ്പം നടക്കുന്ന, സമര കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം നടന്നിരുന്ന പല മനുഷ്യരും ഇത് കാണുന്നുണ്ടാകും. ഇന്നലെ മുതൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ നമുക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പല ഫോണുകൾ വരുന്നു. ആ ഫോണുകളിൽ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ട്, ജനങ്ങളുണ്ട്, മനസ്സുകളുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്നലെ മുതൽ ഈ ടെലിവിഷന് മുന്നിലിരുന്ന് ഇതെല്ലാം കാണുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ വിയോഗത്തിൽ, ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്ന് പറഞ്ഞു ഇത് കാണുന്ന ജനങ്ങളുണ്ട്. അവരെല്ലാം തന്നെ നമുക്ക് അയക്കുന്ന സന്ദേശങ്ങളും അത്തരത്തിലാണ്. VS എന്നത് നമുക്ക് പുതുതലമുറയ്ക്ക് അത് എങ്ങനെ പറയണം എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. ലില്ലി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീമതി ലില്ലി, ഇവിടെ നിന്നാണ് വിളിക്കുന്നത്. VSനെ എങ്ങനെ ഓർക്കും? ഹലോ, ശ്രീമതി ലില്ലി, പറയാം, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എങ്ങനെയാണ് VS എന്ന സമര നേതാവിനെ താങ്കൾ ഓർക്കുന്നത്? അനുഭവങ്ങൾ ഞാൻ സംസാരിക്കുന്നു. ഞാൻ വിളിക്കുന്നത് വാഴക്കുളത്ത് നിന്നാണ്. എൻ്റെ പേര് ലില്ലി ഓനക്കൽ എന്നാണ്. ഞാൻ അച്യുതാനന്ദ സാറിനെ വന്ന് കാണാൻ എനിക്ക് സാധിക്കില്ല. കാരണം 75 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. വണ്ടി യാത്ര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് 1000 ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ജയിക്കുന്നു. തീർച്ചയായും ലില്ലിയാണ് വാഴക്കുളത്ത് നിന്നും നമ്മളോട് പ്രതികരിച്ചത്. 75 വയസ്സായി അദ്ദേഹത്തെ കാണാൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അതല്ലെങ്കിൽ തീർച്ചയായും അവിടെ എത്തി അദ്ദേഹത്തെ അവസാനമായ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ലില്ലി പറയുന്നു. അദ്ദേഹത്തിന് 1000 ആദരാഞ്ജലികൾ നേരുന്നു. വിപ്ലവ നക്ഷത്രത്തിന് വിട എന്ന് പറയുന്നു. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും അദ്ദേഹത്തെ അവസാനമായ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ എത്തുന്നു. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിക്കാത്തവർ അദ്ദേഹത്തിൻ്റെ ഈ ടെലിവിഷനിലൂടെ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വിലാപയാത്ര കാണുന്നു, അദ്ദേഹത്തിൻ്റെയോടൊപ്പം നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപക്ഷെ ഈ സമരമുഖത്ത് പ്രവർത്തിച്ച പലരുമായിരിക്കാം നമ്മളെ വിളിക്കുന്നുണ്ടാകും, അവരുടെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ടാവും. അവരുടെ പല പ്രശ്നങ്ങളിലും ഇടപെട്ട് അത് ലക്ഷ്യം കാണാൻ സഹായിച്ച VS എന്ന സമര നായകനെ, വിപ്ലവ നായകനെ അവർ ഓർക്കുന്നുണ്ടാകും. അത്തരത്തിൽ
ഈ പാത തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കുള്ള ഈ യാത്രയിൽ ഈ പാതയിൽ നിരന്തരം ആളുകൾ തടിച്ചുകൂടുന്നു. ആ വാഹനത്തിന് കടന്നു പോകാനാകുന്ന വേഗതയെ മുറിച്ചുകൊണ്ട് ആളുകൾ അതിന് വിലങ്ങായി നിൽക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, അത് VS എന്നുള്ള ആ സമരനായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ച് അവർ മുന്നോട്ട് നടക്കുകയാണ്. ദർബാർ ഹാൾ മുതൽ ഈ വാഹനത്തിനോടൊപ്പം കൂടിയ ആളുകൾ വരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അവർ കരഞ്ഞുകൊണ്ട്, അവർ വിതുമ്പിക്കൊണ്ടല്ലാതെ ഒരു നോക്ക് അവർക്ക് VS എന്ന ആ നക്ഷത്രത്തെ, രക്തനക്ഷത്രത്തെ കാണാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കരഞ്ഞുകൊണ്ട്, കണ്ണീർ വാർത്തുകൊണ്ടുള്ള ഹൃദയങ്ങളെയാണ്, ജനങ്ങളെയാണ്. ഗീത, ശ്രീമതി ഗീത നമ്മളോട് ചേരുന്നുണ്ട്. തൊടുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് VS എന്ന നേതാവിനെ താങ്കൾ ഓർക്കുന്നത്? അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാം. എന്റെ ഓർമ്മയെന്ന് എന്റെ അച്ഛന്റെ അച്ഛൻ ഞങ്ങൾ ചെന്നൊരു ഈ എന്താ പറയുന്നത്, നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇന്നലെ മരണ വാർത്ത അറിഞ്ഞത് മുതൽ ഉണ്ട്. വരാൻ പറ്റില്ലല്ലോ. ശ്രീമതി ഗീതയാണ് നമ്മളോട് പ്രതികരിച്ചത്. പലപ്പോഴും അവർക്ക് പറയാനുള്ള വാക്കുകളില്ല എന്നുള്ളതാണ്. അതിനുള്ള ഊർജം സംഭരിച്ച് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയാണ് അവർ കാത്തിരുന്നത്, വിളിച്ചത്. അവരുടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അവരുടെ ഒരു സാന്നിധ്യം അവർ ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ഒരു അടയാളപ്പെടുത്തൽ VSന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഒരു ഞങ്ങളും പങ്കുചേരുന്നു എന്നുള്ളൊരു അടയാളപ്പെടുത്തൽ അത് നൽകാൻ വേണ്ടിയാണ് അവർ പലപ്പോഴും ഈ നമ്മളെ വിളിച്ച പലരും വിതുമ്പിക്കൊണ്ട് പറയുന്നത്. അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവർ അവരുടെ ഒരു ആത്മധൈര്യം സംഭരിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ പോലും VS എന്നുള്ള വാക്ക് പറയുമ്പോൾ അവർ വിതുമ്പുന്നു. പലപ്പോഴും നമുക്ക് ഈ വിളിക്കുന്ന ആളുകൾ പലരും പറയുന്നത്, പല പ്രായഭേദമന്യേയാണ് ആളുകൾ വിളിക്കുന്നത്. അതിൽ 85 വയസ്സുള്ളവരുണ്ട്, 60 വയസ്സുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. അങ്ങനെ നിരവധി ആളുകളാണ് പ്രായഭേദമന്യേ നമ്മളെ വിളിക്കുന്നത്. VS അച്യുതാനന്ദൻ എന്ന നേതാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ മുതിർന്ന ആളുകളെക്കാളുപരി ഈ പ്രായം കുറഞ്ഞ 25, 30, 31 വയസ്സുള്ള ആളുകൾ, 40 വയസ്സുള്ള ആളുകളെല്ലാം വിളിക്കുമ്പോൾ പറയുന്നത് തങ്ങളുടെ അച്ഛൻ തുടങ്ങിയ ആളുകളെല്ലാം മനസ്സിൽ പതിപ്പിച്ച ഒരു പേരാണ് VS. അത് പേര് മാത്രമല്ല, സമര നായകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഈ കുട്ടികളിലേക്ക് എങ്ങനെയാണ് എത്തിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വിതുമ്പലോടെ അവർ അത് പറയുമ്പോൾ എത്രത്തോളം VS അച്യുതാനന്ദൻ എന്ന നേതാവ് ജനഹൃദയങ്ങളിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കിളിമാനൂരിൽ നിന്നും സനൽകുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ സനൽ, എങ്ങനെയാണ് VSനെ ഓർക്കുന്നത്? ആദ്യമായി പറയാനുള്ളത് കറപുരളാത്ത ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു നഷ്ടപ്പെട്ടത്. VSനെ എന്റെ VSനെ എന്റെ ആദരാഞ്ജലികൾ. കിളിമാനൂർ മലയാമഠത്തിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇത്രയും കാലത്തിലുള്ള രാഷ്ട്രീയത്തിൽ യാതൊരുവിധ കറപുരളാത്ത ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു VS.
അദ്ദേഹത്തിന്റെ പാത പിന്തുടരുവാൻ ഇനിയെങ്കിലും അദ്ദേഹത്തിന്റെ പാത പിന്തുടരണമെന്നാണ് എനിക്ക് ആഗ്രഹം. തീർച്ചയായും അദ്ദേഹത്തിന് കറപുരളാത്ത രാഷ്ട്രീയ നേതാവായിരുന്നു VS എന്നാണ് സനിൽകുമാർ പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അങ്ങനെയാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സഖാവായ, ജനങ്ങൾക്ക് മനുഷ്യർക്ക് വേണ്ടി സഖാവായ നേതാവായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാളിയായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ചെറുപ്പ നാളുകളിലടക്കം തന്നെ പഠിക്കണമെന്ന മോഹം ഉപേക്ഷിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും പട്ടിണി, ദാരിദ്ര്യം ഇതെല്ലാം തന്നെ അദ്ദേഹത്തെ വിശപ്പിന് മുന്നിൽ അടിയറവ് വെച്ചപ്പോൾ 7ാം ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ പഠിപ്പ് അവസാനിപ്പിക്കുന്നു. പിന്നീട് ജ്യേഷ്ഠനോടൊപ്പം തയ്യൽ തൊഴിലാളിയായി അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം പ്രവർത്തിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാൽ പോലും അവിടെ നിന്നും അദ്ദേഹത്തെ സമര മുഖത്തേക്ക് എത്തിക്കുന്നത് അന്നത്തെ ആ ഒരു കാലഘട്ടം തന്നെയാണ്. അദ്ദേഹത്തെ പോരാടാൻ പ്രേരിപ്പിക്കുന്നതും ആ കാലഘട്ടം തന്നെയായിരുന്നു. അദ്ദേഹം അനീതിക്കെതിരെ അതല്ലെങ്കിൽ മറ്റ് അനീതികൾക്കെതിരെയെല്ലാം തന്നെ പോരാടി. ആ പോരാട്ടങ്ങളാണ് അദ്ദേഹത്തെ കറപുരളാത്ത രാഷ്ട്രീയ നേതാവ് എന്നതിലേക്ക് എത്തിച്ചത്. ശബ്ദമായ സ്വരം, സൗമ്യ ഭാവമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഒരിക്കൽ പോലും വ്യതിചലിക്കില്ല. അതിന് ഒരു സ്പഷ്ടമായിട്ടുള്ള ഒരു ഉറപ്പ് എന്നും ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അതാണ് ഈ ജനങ്ങളിലേക്ക് അത്രത്തോളം VSനെ ആകർഷിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കു വേണ്ടി ജനനം മുതൽ മരണം വരെ പോരാട്ടത്തിൻ്റെ ഭാഗമായ സമര നേതാവ് അദ്ദേഹത്തിന്